എക്സ്ക്യൂസ് മീ. താങ്ക് യു. എന്താ പറഞ്ഞേ? മലയാളം അറിയോ? മലയാളം അറിയാം, നല്ല തെറിയ അറിയാം. എന്തിനാ പറഞ്ഞേ? പിന്നെ എന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് നിന്റെ ഫോട്ടോ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ശരി, ഇതാ ഒന്ന് ലെഫ്റ്റ് വന്നേ, കുറച്ച് റൈറ്റ്, ഒന്ന് പുറകോട്ട്. അല്ല, അത്ര പുറകെ പോയാൽ അവർ മുട്ടും. കുറച്ച് ഫ്രണ്ട്. ഒന്ന് ചിരിക്കുന്നേ. അയ്യടാ, ബ്യൂട്ടിഫുൾ. പോയല്ലോ. സോറി, പോയി ചാവ്. ഷോ, പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്, നിനക്ക് ലവ് ചെയ്യണമെങ്കിൽ 3 മാസം മുന്നേ പറയണം. അതും ഇതേ ഓഫീസിൽ ഇതേ ടീമിനെ ലവ് ചെയ്യണമെങ്കിൽ 6 മാസം മുമ്പേ പറയണം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയണമല്ലോ. നീ ചുമ്മാ ലവ് ചെയ്ത് ക്യാഷോടെ പോവാണെങ്കിൽ കുഴപ്പമില്ല. ആ പെണ്ണെ കല്യാണം കഴിച്ച് ഹണിമൂണിന് പോയി അതിനെ ലോഡാക്കി രണ്ടുപേരുടെ ഓഫീസ് വിട്ട് പോയാൽ നിനക്കൊരു ജൂനിയർ, ആ പെണ്ണിനൊരു ജൂനിയർ, അവർക്ക് ശമ്പളം, അവരുടെ ട്രെയിനിങ്, അവരെ അടിമയാക്കണം, അഡ്മിൻ ആക്കണം. ഇറ്റ്സ് എ വെരി ബിഗ് പ്രോസസ് യാർ. അതല്ലാതെ ഓഫീസിലുള്ള എന്ത് കാര്യമാണെങ്കിലും ഞാൻ ചെയ്തു തരും. സാർ, ആ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല പറഞ്ഞ് ആ ഏട്ടനോട് പറഞ്ഞു സാർ. പക്ഷെ ആ ഏട്ടൻ കണ്ടു കാണാതെ പോയി സാർ. നീ എന്തിനാ പറഞ്ഞത്? പക്ഷെ നീ എന്നോട് പറയണം. അതും മെയിൽ അയക്കണം. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് മെയിൽ അയക്കും, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മെയിൽ പോകും, ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് റിപ്ലൈ വരും, തിരുവനന്തപുരത്ത് നിന്ന് അവിടുന്ന് കൊച്ചിയിലേക്ക് സാർ. ബാംഗ്ലൂർ പോയിട്ട് കൊച്ചിയിൽ എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഞാൻ പ്ലംബറോട് പറയും, പ്ലംബർ അവന്റെ ജോലി നോക്കും. സാർ, അതുവരെയും ബാത്റൂമിൽ ഇരിക്കാൻ പറ്റുമോ സാർ? മെയിൽ അയക്കും മോനെ, മെയിൽ അയക്കും മോളെ. ഏയ്, കുട്ടികൾക്ക് ആ ഫെസിലിറ്റി ഒന്നും ഇല്ല. ഏയ്, പുതിയ ടീലിനെ കണ്ടോ? നിങ്ങളെ വിളിക്കുന്നേ. സോറി, ഐ ആം. കുഴപ്പമില്ല, നീ ഒന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം. പേര് ഗുരു, ബാംഗ്ലൂർ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ, ടീം ലീഡർ. കറക്റ്റ് ആണോ? ഇനി ഇവിടെയാണല്ലേ ജോലി. കാണാം, സൈനിട്. പെന്നില്ല, പെൻ. ഹലോ ഹലോ, ഐ ഡി കാർഡ് തന്നില്ല. ഹലോ, നീ പറടാ. സാർ, ഈ ജോലി ചേർന്നതിൽ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇല്ല സാർ. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രം തന്നെ തിരിക്കുന്ന ഈ ജോലിയാ. നിനക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും, ഡെബിറ്റ് കാർഡ് കിട്ടും, കാറ്, ബൈക്ക്, എന്ത് വേണമെങ്കിലും. നിന്റെ അച്ഛന് ലോൺ കിട്ടിയാണോ? ഇല്ല സാർ. എന്നാൽ നിനക്ക് കിട്ടും, ഫോൺ ചെയ്തു തരും. എന്ത് വേണേ ചോദിക്കേ. ടിൻഡറിൽ റൈറ്റ് സ്വൈപ്പ്, ഫേസ്ബുക്കിൽ റിക്വസ്റ്റ്, മാട്രിമോണി സൈറ്റിൽ നിനക്ക് വേണ്ടി മാത്രമായിട്ടൊരു മാർക്കറ്റ് ഉണ്ടാവും. പക്ഷേ ലോണിൽ കാർ എടുത്തതൊക്കെ ഞാനല്ലേ അടയ്ക്കേണ്ടത്? പിന്നെ ഞാനാണ് അടയ്ക്കേണ്ടത്? നീ തന്നെ അടയ്ക്കണം. പിന്നെ മാരേജ് ലോണും കൂടി ചേർത്ത് അടയ്ക്കുകയാണെങ്കിലേ ജീവിതം മുഴുവൻ സെറ്റിൽ ആവും. സാർ, നിങ്ങൾ പറയുന്നത് കേട്ടാലേ എന്നെ കൊടുക്കാനുള്ള പരിപാടിയല്ലേ? ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിനക്ക് നല്ല ബോധമുണ്ടല്ലോ. നീ രാവിലെ 79ാമത്തെ സൈനല്ലേ, അത് നിന്റെ തലയിലെടുത്താ. പിന്നെ ഈ തൂങ്ങി കിടക്കുന്നത് നിന്റെ താലിയ. എപ്പോ വിളിച്ചാലും ജോലിക്ക് വരണം, മനസ്സിലായോ? അല്ലാതെ നീ പുറത്തു പോകാൻ വല്ല പ്ലാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റിലാക്കും. അതിനുശേഷം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. സാർ, എനിക്ക് ആലോചിച്ചാലേ വളരെ പേടിയാവും സാർ. ചേടാ, ഒന്നും പേടിക്കണ്ട. ജസ്റ്റ് 5 years. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ പോവാ സാർ? 5 വർഷം മാത്രമേ പോകൂ. നീ എന്നെ പോലെ ഇവിടുന്ന് വേറെ ആർക്കെങ്കിലും അഡ്വൈസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളോ? അതാ ഞാനും ചിന്തിക്കുന്നത്. TL ആകണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ പുറത്തുനിന്ന് ഒരുത്തനെ വിളിച്ചോണ്ട് വന്നു. ഐ വാണ്ട് ടു ഗോ ടു ബാത്റൂം. നീയാണ് മെയിൽ അയച്ചത്? എടാ, നീ ബാത്റൂമിൽ പോകുന്നു, പാനിപ്പൂരി കഴിക്കാൻ പോകുന്നു എന്നോട് പറയണ്ട. വെളിയിൽ ഒരു കാർഡ് മെഷീൻ ഇരിപ്പുണ്ട്, അതിൽ കാർഡ് ഒന്ന് കാണിച്ചിട്ട് പോയാൽ മതി. നീ എത്ര നേരം ഒന്നിന് പോയെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. സാർ, ഞാൻ മൂത്രയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എവരിതിങ് ഈസ് ഡേറ്റ, ഡേറ്റ ഈസ് മണി. ഇനി പഠിക്കാൻ ഒരുപാടുണ്ട് മോനെ, അതെല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. എടോ, ടൂൾസ് ബാഗ് എന്തിനാ ഇവിടെ വെച്ചേ? 9th ഫ്ലോറിൽ ലോക്കറില്ലേ, അവിടെ കൊണ്ട് വയ്ക്ക്. ഡോ, കിച്ചൺ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കല്ലേ, അവിടെ ഒന്ന് ചെന്ന് നോക്ക്. ഡാടാ, എന്തിനാടാ ഇവിടെ കൊണ്ടൊന്ന് ഒഴിച്ചേ? ചെറിയ ടിയൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയി കമ്പനി കൊടുക്കുന്നില്ലേ? നീ എന്നെ എന്താ വിളിച്ചേ? ചെറിയ ടിയൽ. വീണ്ടും ഒരു പ്രാവശ്യം വിളിച്ചേ? ചെറിയ ടിയൽ. നീ വിളിക്കുന്ന നിൽക്കുമ്പോ വീണ്ടും ഒരു ഹോപ്പ് ഉണ്ടാവുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ, പക്ഷെ അവന്റെ ചെയ്വ് മാത്രം വീടല്ലേ. ഓക്കെ സാർ.
ആത്മാവ് അകാല മരണമടഞ്ഞ ഒരാളുടെ ആത്മാവ് ഏതൊരു ശരീരത്തിലും കയറുന്നതാണ്. അകാല മരണം പറയില്ലേ, വെറുതെ വെള്ളം അടിച്ച് കറങ്ങുന്നോണ്ട് മേളില് പ്രേതം കയറോ? അവനോ? ആള് പ്രശ്നക്കാരനാ. എനിക്കും അങ്ങനെ തോന്നുന്നു. പ്രോജക്റ്റ് തീരുമ്പോഴേക്കും എല്ലാം തീരും. എല്ലാം പോയി എന്താ ചെയ്യുക സർ? എടാ, ഇവനെക്കാളൊക്കെ വലിയ കില്ലാടിമാരെ പിടിച്ച് കെട്ടിയിട്ടുള്ളവനാണ് ഈ ഞാൻ. ഈവൻ വെറും ഒരു പീറച്ചെറുക്കൻ. കുറച്ചൊന്ന് കഴിയട്ടെ, അവൻ എൻ്റെ വഴിക്ക് വരും. എനിക്കെന്തോ ഉറപ്പ് തോന്നില്ല സർ. ഇവിടെയാണ് സോഷ്യൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. അവനെ കണ്ടാലറിയാം നമ്മുടെ ഹാൻഡ് ആണോ ഇല്ലയോ എന്ന്. നീ ഒരു പാൻറ് കണ്ടായിരുന്നു? ഛേ, വാട്ട് ഈസ് ദിസ് സർ? സിഗരറ്റ് പാക്കറ്റ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നമ്മുടെ കൈ പോലെ തന്നെയുണ്ട്. അവൻ ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ആളാ. പോയി ചോദിക്കേ. ചോദിക്കാനേ വേണോ? പുകഴ്ചകളും പ്രശസ്തികളും കേട്ട് ഉയർന്നു വന്നവരെക്കാളും കൂടുതൽ പുകവലിച്ച് തോളി കൈയിട്ട് കടന്നു വന്നവരാണ് കൂടുതലും. എന്നെ വിശ്വസിക്കും, ഞാനല്ല പറയുന്നത്. നീ പോ, എല്ലാം ശരിയാവും. നിങ്ങൾ ഷാർപ്പാണ് സാർ. അപ്പൊ പോവല്ലേ? നിനക്ക് യു എസ് പോണ്ടേ? ആ, പോണോ അല്ലേ? ആ. അപ്പൊ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കേ US. നീ ശരിക്കും ഒരു സംഭവം ആവാൻ പോവാ. നല്ലൊരു എന്റർടൈൻമെന്റ്. ബോസ്, ഒന്ന് വലിച്ചാലോ? ഇപ്പൊ വേണ്ട, നിങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ. ഞാൻ വലിക്കാറില്ല. ദം. പെഗ് അടിക്കാൻ പറ. ബോസ് കളിക്കലി ബോസ്. തീയലാണ്. ഒന്ന് വലിച്ചാ ഒന്ന് ക്ലോസ് ആവില്ലെന്നാണ്. വീക്കെൻഡ് സിറ്റിംഗ് ഒന്ന് റൂം. ഞാൻ വെള്ളം അടിക്കാറില്ല. വലിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങി പോക്കറ്റ് വെച്ചിരിക്കുന്നത്? ചോദിക്കേ, ധൈര്യമായിട്ട് ചോദിക്കേ. ഒരു സിഗരറ്റ് കിട്ടോ? നിങ്ങൾ വലിക്കില്ല, ഞാൻ വലിക്കും. ഡാ, ഞാൻ വലിക്കാറില്ലെന്ന് പറഞ്ഞില്ലേ? പോടാ. ഓക്കെ ബോസ്, കുഴപ്പമില്ല. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ടീ ടോട്ടലാണെന്ന്. ഒന്നും കുഴപ്പമില്ല. താങ്ക്സ്. ഇതെന്തിനാ ഇതിലേക്കൂടെ കൊണ്ടുവരുന്നേ? സർവീസ് ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ പോകുന്നില്ലേ? അതിലേക്കൂടെ കൊണ്ടുവരുന്നത് എന്തിനാ? മെയിൻ എൻട്രൻസ് വെറുതെ കൊണ്ടുവരുന്നത്? സാർ, അങ്ങേര് ഒന്നും ചെയ്യാത്ര സാർ. മധു, ഇപ്പൊ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന ആദ്യത്തെ പാഠം. ജീവിതത്തിൽ ആരെങ്കിലും അമിതമായി വിശ്വസിച്ചാൽ ആദ്യത്തെ ആപ്പ് നിനക്ക് കിട്ടിയെന്നർത്ഥം. ഇനിയും ഒരുപാട് പാഠങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം.